إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ശക്തമായ വേനലിന്റെ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. ഈ ശക്തമായ ചൂട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, മഹ്ശറിന്റെ രംഗം ഈ ചൂട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് വളരെ വിദൂരത്തായിക്കൊണ്ടാണ് സൂര്യൻ ഇപ്പോൾ നിലകൊള്ളുന്നത് എങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ചൂട് അത് അസഹ്യമായ കഠിനമായ ചൂടാണ് എങ്കിൽ, നാളെ മഹ്ശറിൽ മനുഷ്യരുടെ ശിരസിന്റെ തൊട്ടുമുകളിലേക്ക് സൂര്യനെ അടുത്തേക്ക് അല്ലാഹു കൊണ്ടുവന്നാൽ അപ്പോഴുള്ള ചൂടിന്റെ അവസ്ഥ എത്ര കഠിനമായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുദ്ന അശ്ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. ഖിയാമത്ത് നാളിൽ പടപ്പുകളിലേക്ക് സൂര്യനെ അടുപ്പിക്കപ്പെടും. എത്രത്തോളമെന്നാൽ ഒരു മീൽ അകലത്തേക്ക് മാത്രമായിക്കൊണ്ട്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവി പറയുകയാണ്, ഒരു മീൽ എന്ന് പറഞ്ഞാൽ അത് ഭൂമിയുടെ ദൂരത്തിന്റെ അളവിനെ കുറിക്കുന്ന മീലാണോ, അതല്ല സുറുമ എഴുതുവാൻ മനുഷ്യർ ഉപയോഗിക്കുന്ന സുറുമയുടെ കോലിന്റെ നീളമാണോ എന്നെനിക്കറിയുകയില്ല. എന്തു തന്നെയാണെങ്കിലും വളരെ സമീപത്തേക്ക് മനുഷ്യരുടെ ശിരസിന്റെ തൊട്ടുമുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ അടുപ്പിക്കും എന്നുള്ളതാണ്. എന്നിട്ട് ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, മനുഷ്യന്മാർ അവരുടെ തിന്മയുടെ തോതനുസരിച്ച് വിയർപ്പിലായിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ, നിര്യാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈ, മുട്ടുവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈ, നടുവരെ ഉയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും.
ومنهم من يلجمهم العرق إلجاما وأشار رسول الله صلى الله عليه وسلم بيده إلى فيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതുവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ്. സഹോദരങ്ങളെ, ഈ വിദൂരത്ത് നിൽക്കുന്ന സൂര്യനെ നമ്മുടെ തൊട്ടുമുകളിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളവനായവനാണ് അല്ലാഹ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ സന്ദർഭത്തിലെ ചൂടിനെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് നമുക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുപാട് ആധുനിക സംവിധാനങ്ങളുണ്ട്. AC ഉണ്ട്, ഫാനുണ്ട്. ചൂട് വന്നാൽ കുടിക്കാൻ തണുത്ത വെള്ളമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആധുനികമായ ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ദിവസമാണ് മഹ്ശറിന്റെ ദിവസം. അവിടെ നമുക്ക് ഉപകാരപ്പെടുക അൽ അഅമാലു സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് തണൽ ലഭിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളിൽ ഉൾപ്പെടുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ ഈ ചൂട് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം നരകത്തിന്റെ ചൂടിനെയാണ്. നരകത്തിന്റെ ചൂടിനെ ഈ ശക്തമായ വേനൽ ചൂട് നമുക്ക് ഓർമ്മിപ്പിച്ചു നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫഇന്ന ശിദ്ദതൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. നമ്മൾ അനുഭവിക്കുന്ന ഈ കഠിനമായ ചൂടുണ്ടല്ലോ, ഇത് നരകത്തിന്റെ കേവലം ആവിയാണ്. നരകം പുറത്തേക്ക് വിടുന്ന നരകത്തിന്റെ കേവലം നിശ്വാസമാണ് ഈ ശക്തമായ ചൂട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. നരകത്തിന്റെ കേവലം ആവിക്ക്, നരകം പുറത്തേക്ക് വിടുന്ന കേവലം ഈ ശ്വാസത്തിന് ഇത്ര കഠിനമായ ചൂടുണ്ട് എങ്കിൽ നരകത്തിന്റെ കഠിനമായ ശിക്ഷയുടെ ചൂട് എത്ര കഠിനമായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധമുണ്ടായി. കഠിനമായ ചൂടിന്റെ കാലത്താണ് തബൂക്ക് യുദ്ധമുണ്ടാകുന്നത്. യുദ്ധത്തിലേക്ക് പോകാതെ ചില മുനാഫിഖീങ്ങൾ മാറിയിരുന്നു. എന്നിട്ട് അവർ പരസ്പരം പറഞ്ഞു, വഖാലു ലാ തൻഫിറു ഫിൽ ഹർ. നിങ്ങൾ ഈ ചൂടത്താണോ യുദ്ധത്തിന് പോകുന്നത്? ഈ ചൂടത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ, അല്ലാഹുവിന്റെ റസൂലേ പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറ. ഇതിനേക്കാൾ എത്രയോ ഇരട്ടി കഠിനമാണ് നരകത്തിലെ ചൂട് എന്ന് അല്ലാഹുവിന്റെ റസൂലേ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തകത്തിൻ നാറു ഇലാ റബ്ബിഹ. നരകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പരാതി പറഞ്ഞു. ഫഖാലത്, നരകം പറഞ്ഞു, റബ്ബി അകല ബഅദി ബഅദാ. അല്ലാഹുവേ, എന്റെ ചില ഭാഗം മറ്റു ചില ഭാഗത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫഅദിന ലഹാ ബിനഫസൈൻ, 2 തവണ ശ്വാസം പുറത്തേക്ക് വിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അനുമതി നൽകി. ഏറ്റവും കഠിനമായ ചൂടുള്ള സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട് അത് നരകത്തിന്റെ ശ്വാസമാണ്. അതുപോലെ തന്നെ ഏറ്റവും കഠിനമായ തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നത് അത് നരകം പുറത്തേക്ക് വിടുന്ന ശ്വാസമാണ്. ഈ 2 സാഹചര്യങ്ങളും അത് നരകം അതിന്റെ ചൂട് പുറത്തേക്ക് വിടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ദുനിയാവിൽ ഉപയോഗിക്കുന്ന തീ ഉണ്ടല്ലോ, ആ തീ നരകത്തിന്റെ തീയിനെ വെച്ച് താരതമ്യം ചെയ്താൽ നരകത്തിലെ തീയിന്റെ 70 ഭാഗത്തിൽ ഒരംശം മാത്രമാണ് നിങ്ങളുടെ തീ. സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ കാനത് ലകാഫിയ,
അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവിലെ തീന്റെ ചൂട് തന്നെ മതിയായതാണ്. ഒരുവനെ കരിച്ചു കളയുവാൻ അവനുള്ള ശിക്ഷയായി ദുനിയാവിലെ ഈ തീ തന്നെ മതിയായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുദ്ദിലത് അലൈഹിന്ന ബിതിസ്അതിൻ ജുസ്ആ. ഈ ദുനിയാവിലെ ചൂടിന്റെ 69 മടങ്ങ് ഇരട്ടി ചൂടാണ് നരകത്തിലെ തീയിന്റെ ചൂടിനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കുല്ലുഹുന്ന മിസ്ലു ഹർരിഹ, ഓരോ മടങ്ങും തതുല്യമായ ചൂടാണ്. അത്രയും കഠിനമായ ചൂടാണ് നരകത്തിന്റെ തീയിനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നരകത്തിനെ കുറിച്ച് പരാമർശിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിച്ചു. സഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ മുഖം 3 തവണ തിരിക്കുകയുണ്ടായി. നരകത്തിന്റെ കഠിനമായ ചൂടിനെ കുറിച്ച് അവിടുന്ന് ആലോചിച്ചുകൊണ്ട് 3 തവണ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു എന്നാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറത്തിൻ ഫഇൻ ലം തജിദു ഫബികലിമത്തിൻ തയ്യിബ. നരകത്തിൽ നിന്ന് ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു കാരക്ക ചീന്തില്ല എങ്കിൽ നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകം അതിഗൗരവമാണ്, അതിഭയാനകമാണ്. ആ നരകത്തിന്റെ ചൂട് അത് ശക്തമായ ചൂടാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലൂടെ നിയമമാക്കിയ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ പല ആളുകളും അസ്വസ്ഥരായി ചൂടിനെ പഴിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ ചൂടിനെ പഴിക്കുകയോ അതിനെ കുറ്റം പറയുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അല്ലാഹുവിന്റെ ആ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക എന്നുള്ളതല്ലാതെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് ആ അല്ലാഹുവിന്റെ തീരുമാനത്തെ പഴിക്കുവാനോ കുറ്റം പറയുവാനോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. മാത്രമല്ല, കഠിനമായ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ, കഠിനമായ ചൂടാണെങ്കിലും ഈ ചൂടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസമായി നൽകിയ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ശക്തമായ ചൂട് വരുമ്പോൾ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സൗകര്യങ്ങൾ, നമ്മൾ കുടിക്കുന്ന തണുത്ത വെള്ളം വരെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. ചൂടുള്ളപ്പോൾ വിശ്രമിക്കാൻ തണലുകൾ അല്ലാഹു നമുക്ക് നൽകി. കാറ്റുകൾ കൊള്ളാൻ ആധുനികമായ സൗകര്യങ്ങൾ നമുക്ക് നൽകി. ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ അല്ലാഹു വെള്ളം നൽകി. ഇതെല്ലാം അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അതിന് നന്ദി കാണിക്കുവാൻ ബാധ്യസ്ഥരായ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ثم لتسألن يومئذ عن النعيم. തീർച്ചയായും
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഈ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ പേരിലും നിങ്ങളോട് ചോദ്യം ചെയ്യും. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തി നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഗസ്വത്ത് തബൂക്ക് യുദ്ധം, അത് ഒരു വേനൽക്കാലത്തായിരുന്നു, കഠിനമായ ചൂട് കാരണം സ്വഹാബികൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ധരിച്ചിരുന്ന കാലുറകൾ അത് വേനൽ ചൂട് കാരണം, മരുഭൂമിയിലെ ചൂട് കാരണം ആ കാലുറകൾക്ക് വിള്ളൽ വീഴുകയും ആ വിള്ളൽ അവരുടെ തൊലികളെ പടർന്നു പിടിക്കുകയും തൊലികൾ അടർന്നു പോവുകയും അവരുടെ കാലുകളിൽ ശക്തമായ മുറികൾ ഉണ്ടാവുകയും ചെയ്തതായി നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. വേനൽക്കാലത്ത് അവർ യുദ്ധം ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഉന്നതിയിലാകുന്നതിനു വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു. എന്നാൽ ഈ പറഞ്ഞ കഷ്ടതകളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മാത്രമല്ല, ഈ പ്രയാസങ്ങളിൽ നിന്ന് മറികടക്കുവാൻ അള്ളാഹു അനുഗ്രഹങ്ങൾ നമുക്ക് നിശ്ചയിച്ചു നൽകിയിരിക്കും. ഏറ്റവും വലിയ അനുഗ്രഹമാണ് വെള്ളം എന്നുള്ളത്. നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമായ കാര്യമാണ് വെള്ളം. ആ വെള്ളത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു പറഞ്ഞില്ല, ഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന സ്വച്ഛമായ വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘക്കീറുകളിൽ നിന്ന് ആ വെള്ളത്തിനെ ഇറക്കിയത്, അതോ നാമാണോ? ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഈ കുടിക്കുന്ന വെള്ളം ഉപ്പുവെള്ളമാക്കി മാറ്റുവാൻ അല്ലാഹുവിന് കഴിവുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് കുടിക്കാൻ സ്വച്ഛമായ വെള്ളം നൽകി. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, ശുദ്ധമായ സ്വച്ഛമായ വെള്ളം നിങ്ങൾക്ക് നാം ആകാശത്ത് നിന്ന് ഇറക്കി തന്നിട്ടില്ലേ? ഫലൗലാ തഷ്കുറൂൻ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത്? നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അലം ഉറൗവിക ബിൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം നിന്നെ ഞാൻ കുടിപ്പിച്ചില്ലേ? ഫഅൈന ശുക്രു ദാലിക്, ഇതിനുള്ള നന്ദി എവിടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വെള്ളമെന്ന അനുഗ്രഹം തിരിച്ചറിഞ്ഞ് വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിതത്വം പാലിക്കുക, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര നാടുകളിലാണ് മുസ്ലിമീങ്ങൾ വെള്ളമില്ലാതെ, വെള്ളം ലഭിക്കാതെ മരണപ്പെടുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് വെള്ളമുണ്ട്. ദാഹിക്കുമ്പോൾ കുടിക്കാൻ, ശരീരം വിയർക്കുമ്പോൾ ശരീരം നനക്കുവാൻ വെള്ളമുണ്ട്. വെള്ളത്തിന് ക്ഷാമമില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ അനുഗ്രഹം അത് മിതമായി നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ ഈ കൊടും ചൂടത്ത് മനുഷ്യർ നിൽക്കുമ്പോൾ അല്ലാഹു തണൽ നൽകുന്ന ആളുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആളുകളാണ് സ്വതക്ക കൊടുക്കുന്ന ആളുകൾ. കുല്ലു ഇംറിഇൻ ഫീ ളില്ലി സദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പുണ്ടാക്കുന്നത് വരെ ഓരോ വ്യക്തികളും അവർ നിർവഹിച്ച സ്വതക്കയുടെ തണലിലായിരിക്കും. സ്വതക്ക നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹ്ശറിലെ കഠിനമായ ചൂടിൽ നിന്ന് അവർക്ക് തണൽ നൽകും. എന്താണ് സഹോദരങ്ങളെ സ്വതക്കകളിൽ ഏറ്റവും അഫ്ളലായ സ്വതക്ക എന്നാൽ ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വദഖതി സഖ്യുൽ മാ, സ്വതക്കകളിൽ ഏറ്റവും ഉത്തമമായത് ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും വെള്ളം ആവശ്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സ്വതക്കകളിൽ ഏറ്റവും അഫ്ളലായതാണ്. ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഒരു സംവിധാനം നിശ്ചയിക്കുക, ഒരു കിണർ കുത്തി കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു ജലസംഭരണി നിശ്ചയിച്ചു കൊടുക്കുക. അത് സ്വതഖത്തുൻ ജാരിയയാണ്.
നമ്മൾ മരണപ്പെട്ടാലും അതിന്റെ പ്രതിഫലം നിലക്കാതെ നമ്മുടെ ഖബറിലേക്ക് എത്തും. പ്രത്യേകിച്ച് ഈ ഉഷ്ണകാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ്, സ്വദഖയാണ്. മഹ്ശറിൽ കൊടും ചൂടിൽ അല്ലാഹുവിന്റെ തണൽ ലഭിക്കുവാൻ അത് കാരണവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഫാസിഖായിരുന്ന, തിന്മകൾ ചെയ്തിരുന്ന ഒരു വ്യക്തി, അയാൾ യാത്രക്കടയിൽ ദാഹിച്ചപ്പോൾ ഒരു കിണർ കാണുകയുണ്ടായി. അദ്ദേഹം കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. അങ്ങനെ വെള്ളം കോരി കുടിച്ചപ്പോഴാണ് ദാഹിച്ചു വലഞ്ഞ ഒരു നായ മണ്ണ് കപ്പുന്നത് അയാൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ സാഹചര്യം ഓർത്തു. തൊട്ടു മുൻപ് ദാഹിച്ച് അവശനായി എന്റെ അവസ്ഥ ഇതായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് ആ നായക്കുമുള്ളത്. അദ്ദേഹം വെള്ളം കോരി ആ നായക്കു കൊടുത്തു എന്നാണ്. ആ കർമ്മം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുത്തു എന്നാണ്. കേവലം ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നതിന് ഇത്ര ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ മനുഷ്യന്മാർക്ക് വെള്ളം കുടിപ്പിക്കുന്നതിന്റെ ശ്രേഷ്ഠത എത്രയാണ്? മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്നതിന്റെ ശ്രേഷ്ഠത എത്രയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫറ മാഅൻ, ഒരാൾ ഒരു കിണർ കുത്തി. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ഇവിടെ കിണർ മാത്രമല്ല, വെള്ളം കുടിക്കാൻ നിശ്ചയിക്കുന്ന ഏത് സംവിധാനവും ഈ ഹദീസിൽ ഉൾപ്പെടും. ഒരാൾ വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു. ലം തശ്റബു മിൻഹു കബിദുൻ ഹറ മിൻ ജിന്നിൻ വ ഇൻസിൻ വലാ ത്വാഇരിൻ ഇല്ലാ ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ. അവൻ നിശ്ചയിച്ച വെള്ളത്തിന്റെ സംഭരണിയിൽ നിന്ന് പച്ചക്കരരുള്ള ഏതൊരു ജീവിയും, അത് മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, പക്ഷികളാകട്ടെ, എന്തുമാകട്ടെ, അതിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. അതുകൊണ്ട് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് വെള്ളം ആവശ്യമുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ കഴിയുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.